വണ്ടിയിൽ പെട്ടെന്ന് ഡാൻസ് കളിക്കുന്ന കാര്യം അനി അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. അനി ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ കിടന്ന് കൈയും കാലും ഒക്കെ കാണിക്കണം. മനസ്സാക്ഷിയുള്ള ഒരുത്തം പോലും വണ്ടി നിർത്താനില്ല. വണ്ടി ഇടിച്ചപ്പോൾ വീടിന് എന്ത് ചെയ്തേനെ? അതല്ലേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. താമസിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ്. എന്നെ ഒന്ന് ആ ജംഗ്ഷൻ വരെ ആക്കി തരും. ഞാൻ ജംഗ്ഷൻ വരെ ഇല്ല, അവിടെ നിന്ന് വലത്തോട്ട് പോകും ഞാൻ. അങ്ങനെ പറയാതെ ഞാൻ ജംഗ്ഷൻ വരെ ആക്കി തരാം. ഇനിയിപ്പം ചോദിച്ചിട്ട് സാഹചര്യം വേണ്ട, ജംഗ്ഷൻ വരെ കയറ്റാം. ഇതാണ് ഇങ്ങനെ മനസ്സാക്ഷിയുള്ള യുവജനങ്ങളെയാണ് നമ്മളെ നാടിന് ആവശ്യം. നാടിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന പറഞ്ഞ കേറണ. എനിക്ക് പോയിട്ട് വേറെ ആവശ്യമുണ്ട്. ഈ ജോലിക്ക് പോകാനുള്ള സമയമാണ് ഇവിടെ. അനി എവിടെ ജോലി ചെയ്യണം? ഇവിടെ അടുത്തൊരു IT കമ്പനി. അപ്പം സദാസമയം കമ്പ്യൂട്ടറുമായിട്ട് സമ്പർക്കമുള്ള ആളാണ്. അപ്പം ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ വഴിയില്ല. നിങ്ങളൊരു കാര്യം, നിങ്ങൾ കവല പ്രസംഗമൊക്കെ നടത്തിയ ആൾക്കാരെ കൂട്ടി വിടുന്നില്ല. ഞാൻ പോയിട്ട് അനിയ ദേഷ്യപ്പെടാം. ഞാൻ അല്ലാത്ത വള്ളിയൊക്കെ ഞാൻ തന്നെ എടുത്ത് വെക്കണല്ലോ. നിങ്ങളെ നാട്ടുകാർക്കെല്ലാം അറിയാല്ലേ? പിന്നെ ഞാൻ ഈ നാട്ടിൽ ഫേമസ് അല്ലേ, ലോക ഫേമസ്. അത് തന്നെ ആരും നിർത്താത്ത വണ്ടി. അല്ല നമ്മൾ അറിഞ്ഞൂടെ, മറ്റേ സംഭവം അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അയ്യോ ഇവിടെ അല്ല, എനിക്ക് കുറച്ചും കൂടെ പോകണം. ഞാൻ പറയട്ടാണ്, ഇതുവരെ വണ്ടി ഓടണുള്ളൂ, നിങ്ങൾ ഇറങ്ങിക്കോ. അയ്യോ എനിക്ക് ഇവിടെയല്ല ഇറങ്ങാൻ. അല്ലേ അപ്പുറത്തേന്. എപ്പുറത്ത്? ഇതാണ്ട് ഈ വളവ് കഴിഞ്ഞാൽ അടുത്ത് ഞാൻ ഇറങ്ങാം. കൈ ജംഗ്ഷൻ എന്ന് പറഞ്ഞല്ലേ കയറി. ഇപ്പൊ ജംഗ്ഷൻ 1.5 കിലോമീറ്റർ ആയില്ലേ? ചെവി പഴുത്തന്റെ വാൻ എടുക്കണം എനിക്ക്. അനിയതാ ഇനി കുറച്ചും കൂടെ ഉള്ളത്, കുറച്ചുകൂടെ മുമ്പോട്ട് അനിയെ ഓട്ടിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇറങ്ങും. കുറച്ചും കൂടെ ഉള്ള കുറച്ചും കൂടെ ഉള്ളെങ്കിൽ നടന്നു പോ, അടുത്ത് തന്നെ പോ, നടന്നു പോ. നടന്നു പോകാനാണെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. ബൈക്കിലാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് എത്തും. അത്യാവശ്യമാണ്. ഉള്ളത് പറ, എവിടെയാണ് പോവേണ്ടത്? തൊട്ടപ്പുറത്തെ വളവ് തന്നെ. ഏത് വളവ്? അടുത്ത് തന്നെ. ഇവിടെ നിന്ന് വളവ് തിരിഞ്ഞാൽ അടുത്ത ഞാൻ ഇറങ്ങും. വളവ് തിരിഞ്ഞ പിന്നെ സുമതി വളവൊന്നും അല്ലല്ല. അണ്ണാന്ന് വിളിച്ച വാവുണ്ടേ? തിരുമാണ്ടിലുണ്ടല്ലോ അല്ലേ? ഇവിടെ നിർത്തിയത്, ഇവിടെ നിർത്തി. അപ്പം ശരി, താങ്ക്സ്. ശരി, ഇവിടെ തന്നെ താമസിക്കുന്നു. ഇവിടെ അല്ല, വേണ്ട, കുറച്ച് അപ്പുറത്തോട്ട് പോകണം. പറഞ്ഞാ ഞാൻ പറഞ്ഞില്ല, ഞാൻ പോട്ട്. പക്ഷെ വീട്ടിൽ വന്ന ഒരു 10 മിനിറ്റ് ഇരിക്കാമെങ്കിൽ ഞാൻ എൻ്റെ ഈ കഥർ അഴിച്ചു വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ജംഗ്ഷനിലോട്ട് പോവാം. എന്താ ജംഗ്ഷനിലുണ്ടോ? ബാറി പോയി 2 അടിച്ചിട്ട് പോവാം. ഇതാ കഥ. എൻ്റെ കഥ ഇറങ്ങി തന്നെ ബാറിൽ പോകാനാണ് അത്യാവശ്യമായിട്ട് വന്നത്. ബാറിൽ പോകാൻ കഥർ മാറ്റണമെന്ന് പറഞ്ഞാലേ ഇത് ഇട്ടുകൊണ്ട് ബാറിൽ ചെന്ന് കയറി എൻ്റെ പ്രതിച്ഛായ ബാധിക്കും. പിന്നെ ശരി, നിങ്ങളെ കാര്യം നടക്കട്ടെ. പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം. പക്ഷേ നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ അനിയ. എന്നെ അറിയാമോ? ഞാൻ അജയൻ കനത്തിന് തരാം. അല്ല, അജയൻ കണ്ണങ്കര. ഇവിടെ ചോദിച്ചാൽ മതി, എല്ലാവർക്കും അറിയാം. പിന്നെ അനിയ, നീ എന്നെ ഇവിടം വരെ കൊണ്ടുവിട്ടോണ്ട് എന്ത് സഹായം ഉണ്ടെങ്കിലും അതിനി ആടിയാ പിടിയാ എന്തായാലും എന്നെ സമീപിച്ചാൽ മതി. എന്ത് സഹായം വേണം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ചെയ്തു തരാം. ശരി ശരിയപ്പാ. ഓക്കെ. പേരെന്ത് പറഞ്ഞു? അജയൻ കണ്ണങ്കര. അജയൻ കണ്ണങ്കര. അജയൻ കണ്ണങ്കര. എടാ കണ്ണങ്കരെ, നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ? എടാ നീ പറഞ്ഞു വിട്ട് 2 ഗുണ്ടകളുണ്ടല്ലോ, അവന്മാർക്ക് ഞാൻ കാര്യമായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്. അവനാ അജയൻ കണ്ണങ്കര. അവനെന്നെ ഭീഷണിപ്പെടുത്തുന്നു, വീട്ടിൽ കയറി എന്നെ ആക്രമിക്കുന്നു എൻ്റെ അടുത്ത്. ഞാൻ കാര്യമായിട്ട് 2 പറഞ്ഞു വെച്ചു കൊടുത്തു. അജയൻ കണ്ണങ്കര. 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 അത് കിട്ടിയില്ലേ? ഇപ്പൊ കിട്ടി. എന്നെ അറിയാത്ത ആരുണ്ട് ഇവിടെ? അതല്ലേ കണ്ണങ്കര നീ ആയിരുന്നല്ലേ? പോണില്ലേ? അല്ല, എനിക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. ആളെ മനസ്സിലായപ്പോഴാണ് തന്നെ അല്ലേ? വീട് നീ കാര്യം പറഞ്ഞല്ല. നിനക്ക് ഞാൻ ആരെന്ന് മനസ്സിലായ? പരിചയപ്പെടണ്ടേ? എടാ എന്റെ പേര് ടോം, സെബാസ്റ്റ്യന്റെ മോൻ. ഇപ്പൊ കാര്യം മനസ്സിലായ? ചെറുതായിട്ടാടാ മനസ്സിലായത്. ആളെ ഉണ്ട് ചവിട്ടി കരുത്തരുത്.